വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ലീഗും കോൺഗ്രസും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി. കഴിഞ്ഞ ഇടത് ഗവൺമെന്റ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കേരള വിദ്യാഭ്യാസത്തെ ഒറ്റുകൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം പഴിചാരുമ്പോൾ തോറ്റുപോയത് കേരളത്തിലെ ജനങ്ങളാണ്. ഇതുവരെയും ലീഗും കോൺഗ്രസും ഒന്നുപോലെ പറഞ്ഞതും പ്രചരിപ്പിച്ചതും കേരളത്തിൽ PMC നടപ്പിലാക്കില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ കേരള മുഖ്യമന്ത്രി തന്നെ പറയുന്നു PMC നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന്. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലീഗും രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറെ ദുഃഖം ജനിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ഇപ്പോൾ PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ സുന്ദരമായ മറുപടി ഇനി എന്തു വേണം? സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ബലികഴിക്കാതിരിക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്നാണ്. അത്രയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. എന്തൊരു നിസ്സഹായത! VD സതീശൻ കൈമലർത്തിയത് കണ്ടില്ലേ? ഇതിനർത്ഥം കേരള വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം നടപ്പാക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്നാണ്. UDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ BJPയിലെ K. സുരേന്ദ്രനും V. മുരളീധരനും അടക്കം പല പ്രമുഖ BJP നേതാക്കളും ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ലീഗിന് നൽകരുത് എന്നായിരുന്നു. UDF അധികാരത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസം ലീഗിന് നൽകരുതെന്നും ഉന്നത വിദ്യാഭ്യാസം ലീഗിന് നൽകരുതെന്നും പറയാനുള്ള ആ അവകാശം, അതിനുള്ള ചങ്കൂറ്റം UDFന്റെ 4 അയലത്ത് പോലുമില്ലാത്ത BJPക്ക് എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ ആര് നൽകി? അതിനുള്ള ഉത്തരമാണ് PMC നടപ്പിലാക്കുമെന്ന് പറയുന്നതിലൂടെയും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ BJP RSS അനുകൂലികളെ ക്വാളിഫിക്കേഷൻ പോലും നോക്കാതെ തിരികെ കയറ്റുന്നതിലൂടെയും നാം കാണുന്നത്. LDF BJPയുടെ B ടീമാണെന്ന് അധിക്ഷേപിച്ച കോൺഗ്രസും ലീഗും ചേർന്ന് കേരളത്തിൽ BJP തഴച്ചു വളരാൻ അവസരം നൽകുന്നുവെന്നാണ് ജനം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. MOU ഒപ്പിട്ട് പണം വാങ്ങിയെന്നാണ് ഇതുവരെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നു അതുവരെയും കിട്ടാതിരുന്ന സമഗ്ര ശിക്ഷ അഭിയാന്റെ ഭാഗമായി കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടുന്നതിന് വേണ്ടി LDF സർക്കാർ PMCയിൽ ഒപ്പുവെച്ചു എന്നാണ്. ശരിയാണ്, ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത കുറ്റം തന്നെയാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി കേരള വിദ്യാഭ്യാസ സംസ്കാരത്തെ BJPക്ക് വിൽക്കുകയായിരുന്നു ചെയ്തത്. പാർട്ടിക്കാരറിയാതെ, മന്ത്രിസഭയെ അറിയിക്കാതെ നടത്തിയ ഒരു തരം കള്ളക്കച്ചവടം. CPIയുടെ ശക്തമായ നിലപാടിനെ തുടർന്നായിരുന്നു PMCയിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഇടത് ഭരണകൂടം വിട്ടുനിന്നത്. പിന്നീട് 4-5 മാസം സമയം കിട്ടിയിട്ടും ഇടത് സർക്കാരിന് ആ കരാർ റദ്ദ് ചെയ്യാൻ സാധിച്ചില്ല. എന്നിട്ടിപ്പോൾ ഇന്നത്തെ ഭരണകൂടം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ വാളെടുത്തിറങ്ങാൻ നിങ്ങൾക്ക് എന്ത് അധികാരമെന്ന് ചോദിക്കാതെ വയ്യ. നിങ്ങളാണ് ഏറ്റവും ആദ്യം കേരള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒറ്റുകൊടുത്തവരും കേരള ജനതയെ വഞ്ചിച്ചവരും. നിങ്ങൾക്കുള്ള അടി ജനങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി പറയാനും ചോദിക്കാനുമുള്ളത് ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF ഭരണകൂടത്തിനോടാണ്. കേരള മുഖ്യൻ VD സതീശൻ പറയുന്നത് ഞങ്ങൾ കേരള വിദ്യാഭ്യാസ നയത്തിന് കോട്ടം തട്ടാതെ ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് എന്നാണ്. അതിനർത്ഥം കോട്ടം തട്ടാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെയും നടപ്പിലാക്കുമെന്നല്ലേ? ചുരുക്കത്തിൽ ജനങ്ങൾ തോളിലേറ്റിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച VD സതീശൻ ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ BJPയുമായി സമരസപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് സാരം. PMC പദ്ധതി 2022-23 മുതൽ 2026-27 വരെയുള്ള 5 വർഷത്തേക്കാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഔദ്യോഗിക രേഖകൾ പ്രകാരം പദ്ധതിയുടെ കാലാവധി 2026-27 സാമ്പത്തിക വർഷ അവസാനം, അതായത് 2027 മാർച്ച് 31 വരെയാണ്. പദ്ധതി അവസാനിച്ച ശേഷം PMC സ്കൂളുകളിൽ കൈവരിച്ച നിലവാരവും സൗകര്യങ്ങളും നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ്. അങ്ങനെ 2027 പദ്ധതി അവസാനിക്കുമെന്നിരിക്കെ വരുന്ന 1 വർഷം കൂടി പദ്ധതി മരവിപ്പിച്ച് തങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന് പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ഇല്ലാതെ പോയി എന്നതിനാണ് BJPയുമായി ഒത്തുപോകാൻ തയ്യാറാവുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇടത് സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന കാരണം പറഞ്ഞ് അതിനുമേൽ കടിച്ചു തൂങ്ങുന്ന വഞ്ചനാപരമായ നിലപാടാണ് ഇപ്പോൾ UDF സർക്കാർ ചെയ്യുന്നത്.
കഴിഞ്ഞ ഭരണത്തിൽ CPM-നെ തിരുത്താൻ CPI ശ്രമിച്ചുവെങ്കിൽ ഇവിടെ ലീഗ് കോൺഗ്രസിന്റെ പാതയിൽ അനുഗമിക്കാനാണ് ശ്രമിക്കുന്നത്. ലീഗുകാരാ, ഇവിടെ നിങ്ങളോടാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത്. ആൾക്കൂട്ടത്തിനിടയിലെ കയ്യടി വാങ്ങാൻ KM ഷാജി അണ്ണാക്ക് പൊട്ടിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടുകൊള്ളുക. പറയുന്ന നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ, RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഇപ്പോൾ KM ഷാജിയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയോ? അന്നത്തെ അറബിക്കടലും BMCയിൽ ഒപ്പിട്ട കടലാസും അവിടെ തന്നെയില്ലേ? എന്ത് നിങ്ങൾ പിച്ചു ചിന്തി കടലെറിയാത്തത്? കഴിയില്ല നിങ്ങൾക്ക്. എന്നും നിങ്ങൾ അധികാരത്തിന് വേണ്ടിയേ നിലകൊണ്ടിട്ടുള്ളൂ. അന്തസ്സും ആഭിജാത്യവുമുള്ള ലീഗുകാർ പഴയ കാലത്തുണ്ടായിരുന്നു. അവർക്ക് അധികാരമായിരുന്നില്ല ഹരം, ആശയമായിരുന്നു അവരുടെ വീറും വാശിയും. ഇന്ന് നിങ്ങളുടെ വീറും വാശിയും മൊട്ടാഹസവും എല്ലാം അധികാരത്തിന്റെ വക്കോളമേ ഉള്ളൂ. അധികാരം കിട്ടിയാൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് വൃത്തികേടിനും നിങ്ങൾ കൂട്ടുനിൽക്കും. സമുദായത്തെ ഒറ്റുകൊടുക്കാനും നിങ്ങൾ മടി കാണിക്കില്ല. ഇപ്പോൾ KM ഷാജിയുടെ വിപ്ലവാത്മകമായ പ്രസംഗം ആളുകളെ ഹരം കൊള്ളിക്കാനുള്ള വെറും ഒരു പ്രസംഗം മാത്രമായി മാറി. നിങ്ങളുടെ നിലപാടുകളും സമുദായ സ്നേഹവും എല്ലാം KM ഷാജി പറഞ്ഞ അതേ അറബിക്കടലിൽ നിങ്ങൾ ഒഴുക്കിക്കളഞ്ഞു. നിങ്ങളിപ്പോൾ അധികാരത്തിന്റെ സപ്രപഞ്ചത്തിലാണ്. ഇനി മതിവരോളം അതിൽ കിടന്ന് ആസ്വദിച്ചുറങ്ങണം. നിങ്ങൾക്ക് നട്ടലില്ലാത്ത മൂരികൾ എന്ന വാക്ക് ഇപ്പോഴാണ് അർത്ഥപൂർണമാകുന്നത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ കേരള വിദ്യാഭ്യാസത്തിലെ മതേതര കാഴ്ചപ്പാട് മാറുമെന്ന പേടി PM ശ്രീ ഒപ്പുവെക്കുന്നതോടെ നടപ്പിലാക്കുന്നതോടെ ഇല്ലാതാകുമെന്നാണ് തോന്നുന്നത്. ലീഗുകാരെ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമല്ല, ചത്ത സിംഹമാണ്. പണ്ട് നിങ്ങളെ ചത്ത കുതിരയെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്, ഉണർത്തരുത് എന്നായിരുന്നു. ഇന്ന് ജനങ്ങൾ പറയുന്നു ഉണർത്തിയാലും നിങ്ങൾ ഉണരില്ല, നിങ്ങൾ എന്നോ ചത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന്.